സ്വാമി ശരണം. അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ സ്പോൺസേഡ് ആയിട്ടൊരു പരിപാടി ഈ വരുന്ന സെപ്റ്റംബർ മാസം പുണ്യപവിത്രമായ പമ്പാ നദിയുടെ കരയിൽ അരങ്ങേറാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അയ്യപ്പ ഭക്ത സംഗമമല്ല, അത് ആഗോള അയ്യപ്പ സംഗമമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭക്തിയുള്ള ഒരാൾ പോലും ഈ സംഗമത്തിൻ്റെ ആ മുൻനിരയിൽ കണ്ടില്ല. അല്ലെങ്കിൽ സംഗമത്തിന് വേണ്ടി അവർ ആലോചന യോഗം കൂടിയപ്പോഴോ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ഓരോ ആൾക്കാരെ നിശ്ചയിച്ചപ്പോഴോ ഇതിലാരും ഭക്തന്മാരെ കണ്ടില്ല. കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കുറേ മന്ത്രിമാരും MLA മാരും. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ നിരീശ്വരവാദികളാണ്, നാസ്തികന്മാരാണ്. ആ മന്ത്രിസഭയിലെ ദേവസ്വം കൈയാളുന്ന മന്ത്രി ശ്രീ വാസവൻ, അദ്ദേഹമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഗമം വിളിക്കാനുള്ള യാതൊരുവിധ അധികാരമോ അവകാശമോ അർഹതയോ ഇല്ല. കാര്യം അദ്ദേഹം ഭക്തനല്ല. ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് കഴിഞ്ഞ മണ്ഡലകാലത്ത് പരിപാവനമായ ആ തിരുമുറ്റത്ത് ആ സോപാന നടയിൽ മകരവിളക്ക് സമയത്ത്, ഏറ്റവും പുണ്യമായ സമയം, ലക്ഷക്കണക്കിന് ഭക്തർ ആ ഭഗവാനെ ഒരു നോക്ക് കാണാൻ, ആ മകരവിളക്ക് ദർശിക്കാൻ കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നപ്പോൾ ഇദ്ദേഹം നിന്ന ഒരു നിൽപ്പ് ഇവിടുത്തെ ഭക്തർ ഒരിക്കലും മറക്കാനും പറ്റില്ല. കാര്യം കയ്യും കെട്ടി ഗുസ്തി കാണാൻ നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം അവിടെ നിന്നത്. ഇതിന് മുമ്പിരുന്ന ശ്രീ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മന്ത്രിയോ, അദ്ദേഹം എന്താ കാണിച്ചത്? അവിടെ ആ പുണ്യപവിത്രമായ ആ സോപാനത്തിൽ വന്നിട്ട് തന്ത്രി അദ്ദേഹം എല്ലാവർക്കും തീർത്ഥം നൽകിയപ്പോൾ അവരെല്ലാം ആ വളരെ ഭക്തിപൂർവ്വം തീർത്ഥം വാങ്ങിച്ച് സേവിച്ചപ്പോൾ ഇദ്ദേഹം ആ തീർത്ഥം വാങ്ങിച്ച് സാനിറ്റൈസർ പോലെ കൈ കഴുകുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പിണറായി മന്ത്രിസഭയിലെ ദേവസ്വം കൈയാളുന്നവർ. അപ്പോൾ ഇവർ ഇങ്ങനൊരു അയ്യപ്പ സംഗമം വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഇത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഭക്ത എന്നുള്ള മാറ്റിയിട്ട് അയ്യപ്പ സംഗമമാക്കിയത്. ഇതിൻ്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം പണം തട്ടുക എന്നുള്ളതാണ്. കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തുമുള്ള അയ്യപ്പ ഭക്തരെ തിരഞ്ഞു പിടിച്ച് അവരെ പൈസ ഉള്ളവരെ കണ്ടുപിടിച്ച് അവരെ വരുത്തിയിട്ട് അവരെ ഓരോ പ്രോജക്റ്റിൻ്റെ കാര്യവും പറഞ്ഞിട്ട് അവരെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ പിണറായി സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഗൂഢ ഉദ്ദേശമാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലുള്ളത്. ഇതിൽ ഭക്ത സംഘടനകളെയോ അല്ലെങ്കിൽ ഭക്തന്മാരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളെയോ അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമോ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലുമോ അങ്ങനെ ഒരാളെപ്പോലും ക്ഷണിച്ചിട്ടില്ല. ഒരു പേരിന് NSSനെയും SNDPയും ക്ഷണിച്ചു, അതിൻ്റെ പോലും പ്രധാനപ്പെട്ട ആൾക്കാർ വന്നിട്ടില്ല. അവരാരെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചു, സർക്കാർ ക്ഷണിച്ചതല്ലേ എന്നതിൻ്റെ പേരിൽ. കാര്യം അല്ലെങ്കിൽ സർക്കാരുമായിട്ട് പിണങ്ങണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ പങ്കെടുത്തേനെ. SNDPയെ പ്രതിനിധീകരിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ NSSനെ പ്രതിനിധീകരിച്ച് ശ്രീ സുമാരൻ നായരോ അങ്ങനെയുള്ളവരാണല്ലോ ഇങ്ങനൊരു വലിയ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ അവർ പങ്കെടുക്കാതെ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരിതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു സംഘടനകളെയും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇത് യഥാർത്ഥ ഭക്തരെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി അനൗൺസ് ചെയ്ത ഉടനെ ആദ്യത്തെ പോസ്റ്റ് വന്നത് കഴിഞ്ഞ മണ്ഡലകാലത്തല്ല, കഴിഞ്ഞ സ്ത്രീ പ്രവേശന സമയത്ത് അവിടെ ഈ ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ട് പിണറായി സർക്കാരും കൂട്ടരും പോലീസുകാരുടെ സഹായത്തോടെ രാത്രിക്ക് രാത്രി ചാക്കിൽ കെട്ടി 2 സ്ത്രീകളെ മുകളിൽ കൊണ്ടുപോയി. ഒന്ന് ബിന്ദു അമ്മിണിയും ഒന്ന് കനകദുർഗയും. ഇതിൽ ബിന്ദു അമ്മിണിയാണ് ആദ്യം പോസ്റ്റ് ഇട്ടത്, ഈ അയ്യപ്പ സംഗമത്തിൽ ഞാൻ പങ്കെടുക്കുമെന്ന്. അപ്പോൾ തന്നെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു പവിത്രത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സർക്കാർ ചെയ്യേണ്ടത് ഈ ബിന്ദു അമ്മിണി എന്ന് പറയുന്ന സ്ത്രീയെയാണ് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുണ്ട്, പവിത്രമായ കറുത്ത വസ്ത്രവും ധരിച്ച് ആ ഭഗവാന്റെ മുദ്രയും അണിഞ്ഞ് ഒരു വികൃതമായ രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട രഹന ഫാത്തിമ. ഈ സ്ത്രീയാണ് ആചാര ലംഘനത്തിന് വേണ്ടി പോലീസുകാർ അകമ്പടിയോടെ ഹെൽമറ്റും വെച്ച് ഈ മല ചവിട്ടി മുകളിലെത്തിച്ചത്. അവിടെ അന്ന് ആ തന്ത്രി മുഖ്യനായ രാജീവ് തന്ത്രി കൃത്യമായൊരു നിലപാടെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീ 18ാം പടി ചവിട്ടുവാണെങ്കിൽ ഞാൻ നടയടയ്ക്കും, പുണ്യാഹം നടത്തും എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇവർ പിന്മാറിയത്. അല്ലെങ്കിൽ അന്ന് തന്നെ ഈ സ്ത്രീയെ കൊണ്ട് ഇവർ ആചാര ലംഘനം നടത്തിച്ചേനെ. അപ്പോൾ ആ സ്ത്രീയാണ് രണ്ടാമത്. അപ്പോൾ ആ രഹന ഫാത്തിമയെ കൊണ്ട് വേണം ഇത് ഉദ്ഘാടനം ചെയ്യിക്കാൻ. അതുപോലെ തന്നെ ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ജാതി വർണ്ണ വർഗ വ്യത്യാസമെല്ലാം മറന്ന്, പാർട്ടി മറന്ന്, എല്ലാ മറ്റു ചിന്തകളും മറന്ന് അയ്യപ്പസ്വാമിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി തെരുവിലേക്ക് ഇറങ്ങി.
നാമജപമാണ് നടത്തിയത്. അവർ പ്രകടനം മറ്റൊന്നുമില്ല നടത്തിയത്. ഈ നാമജപം നടത്തിയ പാവ അയ്യപ്പന്മാരെ പന്തളത്ത് വെച്ച് CPMൻ്റെ ഓഫീസിൽ നിന്നും കല്ലെറിഞ്ഞൊരു പാവം അയ്യപ്പ ഭക്തനെ, ഒരു സ്വാമിയെ, ചന്ദ്രൻപിള്ള എന്നൊരാളെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയ വ്യക്തിയെ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണോ പുറത്താണോ എന്ന് അറിയില്ല. കാരണം ഇവരുടെ ഈ സർക്കാരിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഇവരാരും ജയിലിൽ പോവില്ലല്ലോ. ജയിലിൽ പോയാൽ തന്നെ അവർക്ക് സുഭിക്ഷമായ 5 സ്റ്റാർ സൗകര്യങ്ങളാണല്ലോ ജയിലുകളിൽ ഒരുക്കുന്നത്. അപ്പോൾ ജയിലിലാണെങ്കിലും പുറത്തായെങ്കിലും അദ്ദേഹത്തെ പരോളിലെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് വേണം ഇതിന് സ്വാഗതം ആശംസിപ്പിക്കാൻ. അതുപോലെ തന്നെ ഈ യുവതീ പ്രവേശന വിഷയത്തിൽ ആ സമയത്ത് ഈ അയ്യപ്പ ഭക്തന്മാർ അവർ പല രീതിയിലും ഈ നാമജപഘോഷയാത്രയും മറ്റും നടത്തി അവരെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെ വാഹനങ്ങൾ നിഷ്കരണം തല്ലി തകർക്കുകയും ചെയ്ത പോലീസുകാരെ എല്ലാവരെയും കൃത്യമായിട്ട് അവിടെ വിളിക്കണം. അവർക്കെല്ലാം ആ അയ്യപ്പ സംഗമത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ നൽകണം. അതുപോലെ ഈ ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും ശബരിമലയിൽ എത്തിച്ച ആ പോലീസുകാരെയും, അതുപോലെ രഹ്ന ഫാത്തിമയ്ക്ക് ഗാർഡ് പോയ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള പോലീസുകാരെയും നിരീക്ഷണിക്കണം. അവർക്കും അവിടെ വെച്ച് പുരസ്കാരങ്ങൾ നൽകണം. അപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിന് പൂർണ്ണമായ അർത്ഥമുണ്ടാവും. അപ്പോഴേ ഇതിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇത് സാധാരണ പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി, അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം അടിച്ചു മാറ്റാൻ വേണ്ടി പിണറായി സർക്കാർ ചെയ്യുന്ന ഒരു കളിയാണ്. ഇതിനു മുമ്പ് ഒരു കായിക സമ്മേളനം ഇവിടെ വിളിച്ചു. ഏകദേശം 4 കോടിയോളം രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നെടുത്താണ് ചിലവാക്കിയത്. 6.5-7 കോടി രൂപ അതിൽ നിന്ന് മറ്റ് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. 10 പൈസ പോലും വന്നിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ഭക്തരെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഗൂഢതന്ത്രമാണ്. ഇതിനൊരിക്കലും ഒരു ഭക്തരും, യഥാർത്ഥ ഭക്തർ ഇതിനകത്ത് കൂട്ടു നിൽക്കരുത്. ഒരു സംഘടനകളും ഇതുമായിട്ട് സഹകരിക്കരുത്. ഇത് പിണറായി സർക്കാരിൻ്റെ തരികിട പരിപാടിയായിട്ട് മാത്രം കണ്ട് ഇതിൽ നിന്ന് അകന്നു നിൽക്കാൻ ഓരോ ഭക്തരോടും, ഓരോ സംഘടനകളോടും, ഓരോ അയ്യപ്പ വിശ്വാസികളോടും, ശബരിമലയിലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരോടും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസൂദനാനന്ദ തനയനയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ.